എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഡിജിറ്റൽ ഗ്രാമം എന്നതിനെ കുറിച്ചാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഗ്രാമങ്ങളും ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് വളരെയധികം അഭിമാനം ചെലുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം പണ്ടത്തെ കാലത്തായിരുന്നുവെങ്കിൽ നഗരങ്ങളിൽ മാത്രമേ കുറച്ച് വികസനമെങ്കിലും നടന്നിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗ്രാമങ്ങളിലും വികസനം നടക്കുന്നു എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെ പക്ഷേ അത് വരാനുള്ള കാരണമെന്ന് പറയുമ്പോൾ ഗ്രാമങ്ങളിലെ ആൾക്കാർക്ക് അറിവ് വളരെയധികം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ അധികം വികസനങ്ങൾ ഇല്ലാതായതിനും കാരണം. പക്ഷേ എങ്കിൽ ഇപ്പോൾ എല്ലാവരും അറിവ് വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡിജിറ്റൽ പരമായും മറ്റ് പല കാര്യങ്ങളിലും ഇപ്പോൾ ഗ്രാമങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ ഇന്ത്യ എന്ന പ്രസ്ഥാനം എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ഇന്ത്യയെ ഡിജിറ്റൽ പരമായി മുന്നേറ്റത്തിലെത്തിക്കാനാണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുമ്പോൾ ഗ്രാമങ്ങളിൽ ഡിജിറ്റൽ ഉപയോഗം വളർത്തുക എന്നാണ്. അത് വളരെയധികം ഉപകാരപ്രദമായൊരു കാര്യം തന്നെയാണ്. നഗരങ്ങളിൽ എല്ലാ ഡിജിറ്റൽ ഉപകരണങ്ങളും ഇപ്പോൾ ഉള്ളതാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ ഗ്രാമങ്ങളിൽ മാത്രമേ അതൊന്നും കാണാതെ ആയിട്ടുള്ളൂ. പക്ഷേങ്കിൽ ഈ കാലഘട്ടത്തിൽ, ഈ ഡിജിറ്റൽ ലോകത്തിൽ ഇപ്പോൾ ഗ്രാമങ്ങളിലും അത് വളർന്നു വരുന്നുണ്ട് എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഉദാഹരണത്തിന്, ഇപ്പോൾ അവിടെയൊന്നും ഒരു ആശുപത്രി പോലും ഉണ്ടായിരുന്നില്ലായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ ആശുപത്രികളും പല ഉപകാരപ്രദമായ പല സാധനങ്ങളും ഇപ്പോൾ അവിടെ വളർന്നു വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാർ ഇപ്പോൾ എങ്ങനെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കണമെന്നും മൊബൈൽ ഫോൺ മറ്റ് കാര്യങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്നുമൊക്കെ ഇപ്പോൾ അവിടെയുള്ളവർ പഠിച്ചു വരുന്നുണ്ടെന്ന്. അപ്പോൾ അതിലൂടെ അവർക്ക് ജീവിതം കൂടുതൽ എളുപ്പമാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഡിജിറ്റൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ലക്ഷ്യം സാധ്യമായി എന്നതിൻ്റെ വലിയൊരു തെളിവ് തന്നെയാണ് ഗ്രാമങ്ങളിലെ ഈ വളർച്ച. അങ്ങനെ നമ്മുടെ ഗ്രാമങ്ങൾ വളരുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് വലിയൊരു വളർച്ച തന്നെയായിരിക്കും അതിലൂടെ ഉണ്ടായിരിക്കുക. ഗ്രാമങ്ങളിലെ എല്ലാവരും ഡിജിറ്റലിനെ കുറിച്ച് കൂടുതൽ അറിവുള്ളവരാവുകയും അതുപോലെ തന്നെ അത് ഉപയോഗിക്കുകയും അങ്ങനെ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് തന്നെയാണ് അത് അത് നമ്മുടെ രാഷ്ട്രത്തിന് തന്നെയാണ് അത് വലിയൊരു ഉപകാരമായി തീരുന്നത്. ഇപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഓൺലൈനായി പഠിക്കുന്നതും അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് ക്ലാസ് കാണുന്നതും പിന്നെ പല യൂട്യൂബ് ചാനലുകളിൽ നിന്നും അവർ ക്ലാസ് കണ്ടാണ് ഇപ്പോൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നെറ്റ് ഇന്ത്യ എന്ന പറഞ്ഞൊരു സമ്പ്രദായം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നെറ്റ്വർക്ക് കൊണ്ടുവരിക എന്നതാണ്. ഈ ഏറ്റവും വലിയ നേരിടുന്ന ഒരു പ്രശ്നമെന്ന് പറയുമ്പോൾ ഗ്രാമങ്ങളിൽ നെറ്റ്വർക്ക് ഇല്ലാത്തതായിരുന്നു. അപ്പോൾ നെറ്റ് ഇന്ത്യ എന്ന പദ്ധതി വരുന്നതോടുകൂടി തന്നെ ഗ്രാമങ്ങളിലും മറ്റിടങ്ങളിലുമൊക്കെ നെറ്റ്വർക്കുകൾ ഉണ്ടാവാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് അത് വളരെയധികം ഉപകാരപ്രദമാകുന്നു. ഇപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിച്ചത് മനസ്സിലായില്ല എങ്കിൽ അവന് വീട്ടിൽ വന്ന് യൂട്യൂബിലും മറ്റ് പല ക്ലാസ്സുകൾ എടുക്കുന്ന സ്ട്രീമുകളിലും കാണാൻ കഴിയുന്നു. പിന്നീട് പല ഉപകാരങ്ങളുമുണ്ട്. ഇപ്പോൾ KSEB ബില്ലുകളും ഒക്കെ അടയ്ക്കാൻ ഓഫീസിൽ പോവാതെ തന്നെ വീടുകളിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഗ്രാമങ്ങളിലും ഡിജിപിൻ വളർന്നു വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതും ഉപകാരപ്രദമായൊരു കാര്യം തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്. അപ്പോൾ ഗ്രാമങ്ങളിലെ ഈ വികസനം നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു വലിയൊരു വികസനം തന്നെയാണ്. ഇനിയും വളരേണ്ടതും അത്യാവശ്യം തന്നെയാണ്. കാരണം നമ്മുടെ നഗരങ്ങൾ മാത്രം വളർന്നു വന്നുകൊണ്ട് ഒരു ഉപകാരവുമില്ല. ഗ്രാമങ്ങളിലും അതോടൊപ്പം വളർന്നു വരണം. പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ ഉപകരണങ്ങളും അവർ ഉപയോഗിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവരായി മാറുകയും ചെയ്യണം. അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഒരു കുറവും വരാതെ തന്നെ പഠനം മുൻപോട്ട് കൊണ്ടുപോകാനും കഴിയണം. അതിനുള്ള നെറ്റ്വർക്കും ഇനി വരാൻ പോവുകയാണ്. അപ്പോൾ അതെല്ലാം ചേരുമ്പോൾ ഗ്രാമങ്ങൾക്ക് ഇനി വലിയൊരു വികസനം തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ നമ്മുടെ ഭാരതത്തിൻ്റെ ശ്വാസകോശം ഗ്രാമങ്ങളാണ്. അപ്പോൾ ഇനി അത് വളർന്നു വരിക തന്നെ ചെയ്യും.
ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.